ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മഞ്ജുപ്രിയയുടെ മകൾക്കെതിരായിട്ടുള്ള ഈ ഒരു ഇത്. അതായത് നമ്മുടെ ആരാണ് പറഞ്ഞത്, സഫീന ബീവി എന്ന ഒരു യൂട്യൂബറാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കമൻസും ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള കമൻസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് മഞ്ജുപിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ, ഒന്നല്ലേ ഉള്ളൂ, 10 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതുകൂടെ ഊരിട്ടില്ല, അവിടെ കാണാൻ നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങൾ, ഇരിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങൾ കണ്ടവന്മാർ കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോ? പോയി ഏതൊക്കെ ബസ്സിൽ കയറിയില്ലടി, ഏതൊക്കെ പോകുന്ന വരുന്ന എല്ലാവരോടും പറ, എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പം മലക്കി വെക്കണം, ബുക്കുകൾ അടുക്കി വെക്കണം, വീട് തൂക്കണം, അമ്മാവനോ അമ്മായിയോ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്നെടുത്ത് കൊടുക്കണം. ഒരു കാര്യം ചെയ്യണം, എനിക്ക് കുളിക്കണം, ചൂടുവെള്ളം എടുത്ത് കുളിച്ചാൽ കുറച്ച് കംഫർട്ട് കിട്ടും. പക്ഷെ അതിനുള്ള സമയമില്ല, എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം. അപ്പോഴും ഭർത്താവ് വരും, വാ നമുക്കൊന്ന് കളിക്കാം. ഇതിലൊക്കെ വലിയ ഗൈസ്. അപ്പം ഞാൻ ഇന്നെന്താ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ മഞ്ജുപിള്ളയുടെ മലയാളം ആക്ട്രസ്സായ മഞ്ജുപിള്ളയുടെ മകൾ ദിയ, അവൾക്കെതിരായിട്ടുള്ള ഒരു മോശം കമൻറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ഇതായതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ വന്നത്. ഗൈസ്, നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഇത് പറഞ്ഞത്. ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സഫീന ബീവി ഒരു യൂട്യൂബറാണ്. ഈ തള്ളയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ? വളരെ മോശമാണ് കേട്ടോ ഗൈസ്. ഞാൻ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്താത്തവളാണ്. കാരണം ഞാൻ വേറെ ഒന്നുമല്ല പറയുന്നത്. ഒരു അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് അതിര് കിടക്കരുത്. ആ സ്വാതന്ത്ര്യം ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇവിടെ വസ്ത്രധാരണത്തിനെ കുറിച്ച് അവൾ പറയുന്നുണ്ട്. ഓക്കെ, അത് ശരി, മോശം ആണ്. കാരണം അതൊരു മോശം ആണെന്ന് തന്നെ നമുക്ക് കൂട്ടാം. കാരണം അതൊരു ഫാഷനബിളായിട്ടുള്ള കാര്യമാണ്. അത് അവർക്ക്, ദിയ എന്ന് പറഞ്ഞ കുട്ടിക്കും അതുപോലെ തന്നെ അവളുടെ അമ്മയ്ക്കും ഫാമിലിക്കും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ തള്ളേ? നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞു, ഓക്കെ, അത് സംഭവം ശരിയാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു. പക്ഷേ നിങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് തെറ്റുണ്ട് കേട്ടോ. അങ്ങനെ എടുത്തടിച്ച് പറയാൻ പാടില്ല. കാരണം ഓക്കെ, വസ്ത്രം മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, മോശമാണോ ചോദിച്ചാൽ മോശമാണ്. സമൂഹത്തിൻ്റെ മുന്നിൽ മോശമാണോ ചോദിച്ചാൽ അത് മോശം തന്നെയാണ്. പക്ഷേ അത് അവൾക്കും അവളുടെ ഫാമിലിക്കും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? കുറിച്ച് മാത്രമല്ല, മഞ്ജുപിള്ള എന്ന ഒരു നടിയെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് കേട്ടോ. അതൊന്നും പറയാൻ ഒരാൾക്കും അർഹതയില്ല. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനും എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള കമൻസുകൾ പറയാനും നമുക്ക് ഉണ്ട്. നിയമപരമായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളും എല്ലാതും പറയാം. പക്ഷെ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കയറി അവരുടെ മോശപ്പെടുത്തുന്ന രീതിയിൽ ആയിരിക്കരുത്. ഇവിടെ ഈ ഒരു മഞ്ജുപിള്ള എന്നൊരു സിനിമ നടിയിൽ വളരെ മോശമായിട്ടാണ് കേട്ടോ. എന്തൊക്കെയാണ് അവൾ പറയുന്നത്? ആ ഡ്രസ്സ് പോലും ഊരി കളയാൻ എനിക്ക് പറയാൻ എനിക്ക് അറപ്പ് തോന്നുക കേട്ടോ. കാരണം ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഈ ഒരു സ്ത്രീ യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തൊരു ഒളിപ്പില്ലായ്മയാണ് അല്ലേ? സബ്സ്ക്രൈബ്സും ഒക്കെ ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബർ എന്നതായിട്ടായിരിക്കാം ഇതെന്ത് പറഞ്ഞാലും ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു മനോഭാവം കൊണ്ട് വന്ന, പക്ഷേ എയറിലായി പോയിട്ടോ. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് വളരെ മോശമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നമുക്കറിയാം മഞ്ജുപിള്ള എന്നൊരു ആക്ടേഴ്സിന്, അതായത് ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ളൊരു ഷോയിൽ ഒരു ജഡ്ജായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, എൻ്റെ മനസ്സിന് സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞത്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഷോ ആണ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. ഇതിലൊരു ജഡ്ജസ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു താര ജാടയില്ലാതെ, അതായത് ഈ ഒരു വേദിയിൽ വരുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് അതായത് സാമ്പത്തികമായി ഒരുപാട് അധികം ബുദ്ധിമുട്ടുന്ന വ്യക്തികളാണ്. പക്ഷെ അവരുടെ കഴിവുകൾ ആ ഒരു വേദിയിൽ വന്ന് പറയുമ്പോൾ, അവരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ വന്ന് പറയുമ്പോൾ, അത് തികച്ചും അവരെ കുറ്റപ്പെടുത്താതെ അവരെ സ്വന്തം ആൾക്കാരായി കൂട്ടിച്ചേർത്ത് അവരുടെ കൂടപ്പിറപ്പായിട്ട് ഒത്തുചേർന്ന് പരിപാടി അവതരിപ്പിക്കാൻ പറയുന്ന ഒരു ജഡ്ജസാണ് ഈ മഞ്ജുപിള്ള, അതുപോലെ തന്നെ മറ്റുള്ള ജഡ്ജസ്. എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നുന്നു. കാരണം അവർക്കത് പറയേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഫിനാൻഷ്യലി എല്ലാതായിട്ടും, അതായത് പൈസ ആയിട്ടും നല്ലൊരു ഇതിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അതവരുടെ മനസ്സാണ്, അതവരുടെ മൈൻഡാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാനും വേണം ഒരു മനസ്സ്. അപ്പോൾ ഇവിടെ ഒരു മഞ്ജുപിള്ള എന്ന നടിയെ മറ്റുള്ളവരെ എത്ര എപ്പിസോഡുകൾ നമുക്ക് കണ്ടിട്ടുണ്ട്.
ഒരുപാട് പേര് അവരുടെ ലൈഫ് സ്റ്റോറിയൊക്കെ പറഞ്ഞ് വിഷമിച്ച് കരഞ്ഞൊരു എപ്പിസോഡ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ കയറി ഹഗ് ചെയ്ത് അവരുടെ കൂടെ നിന്ന് സാരമില്ല എന്ന് പറയാനും വേണം ഒരു മനക്കട്ടി. അത് ആ മനസ്സിന് നന്മയുള്ള മനുഷ്യർക്കാരനെ അത് പറയാനും കഴിയുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരുടെ മഞ്ജിപ്പിള്ള, അതായത് ദിയയുടെ അച്ഛനമ്മ മഞ്ജിപ്പിള്ള അതുപോലെ സുജിത്ത് പാരൻസ് ഡിവോഴ്സ്ഡാണ്. അത് നമുക്കൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണലായിട്ട് കുട്ടി പറയുന്നുണ്ട്, ഞാനും കൂടി മുൻകൈ എടുത്തിട്ടാണ് ഡിവോഴ്സ് ചെയ്തത്. കാരണം അവർക്ക് സെപ്പറേറ്റ് ചെയ്യാനായിരിക്കും മേ ബി അവരുടെ ലൈഫ് അങ്ങനെ കച്ചറയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലായിട്ടാണ് അവർ ഡിവോഴ്സ് ചെയ്തത്. അത് ആ മകൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു അച്ഛൻ എന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലും ആ ദിയ എന്ന മോളെ പൊന്നു പോലെയാണ് അവർ നോക്കുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ആ അച്ഛനും ആ അമ്മയും വേറെ ആണെങ്കിൽ കൂടി ആ മോളുടെ കാര്യം നല്ല രീതിയിൽ നോക്കുന്നുണ്ടായിരിക്കും. അവൾക്ക് എന്ത് ആവശ്യം വന്നാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛൻ അമ്മ തന്നെയാണ്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല, കാരണം അത് ഒരു ഫാമിലി മാറ്റേഴ്സ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ആ അമ്മ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ്. അതിൻ്റെ ഒരു എപ്പിസോഡ് ഏതൊരു ഷോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ മകളെ നോക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കരിയർ വരെ ചെറുപ്പകാലത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ദിയ എന്ന ഡോക്ടർ ചെറുതായപ്പോൾ അവളുടെ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അത് ആ മകളോടുള്ള സ്നേഹമാണ്. അതിൽ പറയുന്നുണ്ട് മകൾ അത്രയ്ക്ക് ആഗ്രഹിച്ച് കിട്ടിയ ഒരു മോളാണെന്ന്. അപ്പോൾ ആ ഒരു സ്നേഹം, ആ ഒരു ഇത് അറിയാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഷോയിൽ അതുപോലെ തന്നെ വേറെ ഇതിൽ പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് ഞാൻ എന്ത് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവളുടെ കാര്യം നോക്കാൻ അവൾക്കറിയാം, അവളത് നോക്കിയിരിക്കണം എന്നൊക്കെ ഒരു പറയുമ്പോൾ അതൊരു സ്ട്രോങ് മദറായിട്ടുള്ള ഒരു ഡിസിഷനും കാര്യങ്ങളുമാണ്. അപ്പോൾ അത് എന്നെപ്പോലത്തെ അമ്മമാർക്ക് എങ്ങനെ ആയിരിക്കണം ഒരു അമ്മ എന്ന നിലയിൽ മഞ്ജുപിള്ള എന്ന് തികച്ചും ഒരു 100% ജെന്യൂനായിട്ടുള്ള ഒരു മദർ തന്നെയാണ് കേട്ടോ. മഞ്ജുപിള്ളയ്ക്ക് അറിയാം മഞ്ജുപിള്ളയുടെ കളറ് അങ്ങനെയാണെന്ന്. ഏതൊക്കെയോ ഒരു ഇൻ്റർവ്യൂ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, മകള് കറുത്തിട്ടാണ് എന്ന് പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ടെന്ന്. അതൊക്കെ എന്താടും എളുപ്പമാണ് വിചാരിച്ച മകൾക്ക് എന്താ കറുത്തൂടെ? അതൊക്കെ ഒരിതാണ്. കാരണം അവളുടെ ഏതിതാണെങ്കിലും അവളുടെ ഏതൊരു മക്കൾ, നമ്മളിപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ കുഞ്ഞിന് ഏത് കളറാണെങ്കിലും നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യും, നമുക്കതിനെ പൊന്നുപോലെ നോക്കും. അതായിരിക്കും ഒരു അച്ഛനും അമ്മയും എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുക. അവരെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തില്ല. ഇതൊക്കെ അവർക്ക് കുഴപ്പമില്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിലാണ്. മഞ്ജു ചേച്ചി ഇതെന്തായാലും ഇത് സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ ആകെ വളരെയധികം ഇമ്പാക്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതിൽ വളരെയധികം വിഷമമുണ്ട്. കാരണം മഞ്ജു ചേച്ചിനെ പോലെ തന്നെ നല്ലൊരു വ്യക്തിക്ക് ഇങ്ങനെ ഇത് കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് നല്ലൊരു വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, ആ ഒരു യൂട്യൂബർ പറഞ്ഞത് വളരെയധികം മോശം, അതായത് ചെറ്റത്തരം, വളരെ വൃത്തികെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ഒരു വ്യക്തിക്ക് ഒരു ഡ്രസ്സ് ധരിക്കണം, ഏത് ഡ്രസ്സ് ധരിക്കണം, എവിടെ മറക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവളാണ്. മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഫാമിലിക്ക് ഇത് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ കണ്ണിൽ എന്താ കുഴപ്പം? അത് മാത്രമല്ല, നിങ്ങൾ വളരെയധികം ആ ഒരു ദിയ എന്ന ഒരു മഞ്ജുപിള്ള എന്ന മകളെ വളരെയധികം, അതായത് ഈ സെക്ഷലായിട്ട് നടക്കുന്ന അതായത് ഈ മോശമായിട്ട് നടക്കുന്ന സ്ത്രീകളെ താരതമ്യം ചെയ്തിട്ടാണ് പറഞ്ഞത് കേട്ടോ. അത് വളരെയധികം മോശമായിട്ടുണ്ട്, വളരെ മോശമായിട്ടുണ്ട്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരുപാട് സങ്കടമായിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയും വലിയൊരു നടിയുടെ മകൾ പറയാൻ നമുക്ക് കേട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. കാരണം എനിക്ക് ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൻ്റെ ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ ഒരു മേക്കപ്പ് കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് കേട്ടോ. അത് ആരോടും ഒന്നിനു പോവാത്തൊരു ഇതാണ്. ഒരു താരജാടയില്ലാത്ത അമ്മയുടെ മോള് തന്നെയാണ്. പക്ഷെ അവൾക്ക് അതിലത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഒരു വ്യക്തിക്ക് എന്തും പറയാനുള്ള അധികാരം കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോയി അവർക്ക് വിഷമം വരുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാവരുത്, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങളാവരുത്. മഞ്ജുപിള്ള എന്ന ആക്ടേഴ്സ് ആരാണ്, എന്താണ്, എങ്ങനെയാണെന്ന് നമുക്ക് ജനങ്ങൾക്കറിയാം. അതുപോലെ തന്നെ അവളുടെ മകൾ എങ്ങനെയാണ്, എന്താണ്, ഇങ്ങനെ നടക്കുന്നു നമുക്കും അറിയാം. അതതിൻ്റെ പ്രൊഫഷനായിട്ട് നടന്ന ഫോട്ടോസും കാര്യങ്ങളുമാണ്. അത് അതിൻ്റേതായിട്ടുള്ള കണ്ണിൽ കണ്ടാൽ മതി. അതിൽ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കി മോശമായിട്ട് വൾഗാരിറ്റി ആയിട്ട് പ്രചരിപ്പിച്ച ഈ ഒരു യൂട്യൂബർക്ക് വളരെ മോശമായി. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഓക്കെ, ബൈ.